ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു കുറച്ച് സമയത്തോ നമ്മുടെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങൾ മാത്രമേ വീഡിയോ എടുത്തിട്ട് ഇടുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ ഇടാൻ കുറേ അധികം മടിച്ചായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത്. എൻ്റെ പഴയ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം ആവാറുണ്ട് കേട്ടോ. എത്ര നന്നായി വീഡിയോ എടുത്തിട്ടിരുന്ന ആളാണ് എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് ഇപ്പം എന്തോ വീഡിയോ ഇടാനൊക്കെ ഭയങ്കര മടിയായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളിലോട്ട് പോവാം. രാവിലെ തന്നെ അപ്പോൾ ചായയൊക്കെ ആക്കി. ഇന്ന് ദോശയാണ് കേട്ടോ. നമ്മളധികം വീഡിയോസ് ഇടുമ്പോഴും ദോശയും, കാരണം ഈ വീഡിയോസ് എടുക്കലും എല്ലാം മാനേജ് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹിസ്മോളൊക്കെ ഇവിടെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനതാ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആൾ കരഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കേണ്ട കൂടെ രീതി പോലും മറന്നു പോയിട്ടോ. കറക്റ്റായിട്ട് അത് നമ്മൾ കണ്ടിന്യൂസ്ലി കൊണ്ടുപോകുമ്പോൾ അതിലൊരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പക്ഷെ ഇപ്പം എന്തോ അത് വിട്ടപ്പോൾ പിന്നെ അതിൻ്റെ ഒരു നാക്കേ വിട്ടുപോയിട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ മോനക്കുള്ള ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. ചോറൊക്കെ നേരത്തെ തന്നെ ആയിട്ടോ. മറ്റേ ചാക്സണിൽ ഇറക്കി വെച്ച് പിന്നെ വേഗം ചോറൊക്കെ ആയി. അപ്പം ഇന്ന് മോനക്ക് കയ്പ്പയ്ക്ക പൊരിച്ചതാണ് സ്കൂളിലേക്ക് ആക്കിയത് കേട്ടോ. പ്രത്യേകിച്ചൊന്നും ഇന്ന് ഇല്ല, തിരക്കിട്ടിട്ടുള്ള പണികൾ പറയാനൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇന്ന് ലഞ്ച് ബോക്സിൽ ജസ്റ്റ് ഇത് മാത്രം മതി എന്ന് പറഞ്ഞു അവൻ. പിന്നെ അതൊക്കെ ആയി. അപ്പോൾ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് കുടിക്കാനുള്ള ചുടുവെള്ളം കൂടെ ഫ്ലാസ്കിലാക്കി വെക്കും. ഇനി അതാ ഹിസമോൾക്കുള്ള ദോശയും കാര്യങ്ങളൊക്കെ ഒന്ന് ചുട്ട് റെഡിയാക്കി വെച്ചുട്ടോ. കാരണം അവിടെ വെച്ചാൽ പിന്നെ നമുക്ക് ബാക്കി പണികൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അടുക്കളയിൽ ഇനി കുറച്ച് പണികളും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഇനി ഒന്ന് ക്ലീനാക്കി മോൻ പോകുമ്പോഴേക്കും ഏകദേശം എൻ്റെ കിച്ചൺ വർക്കൊക്കെ മാക്സിമം കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇനി ഹിസമോൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പണിയാണ് ഏറ്റവും വലിയ ടാസ്ക്. എത്ര തിരക്കുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും എൻ്റെ മോന് രാവിലെ എനിക്ക് സ്കൂളിൽ പോകുന്ന ടൈമിൽ ഈ ഒരു ആ കുട്ടികളുടെ ഒരു പരിപാടി ഉണ്ടല്ലോ നമ്മുടെ ഫ്ലവേഴ്സിൽ, ഉപ്പും മുളകും, അതെങ്ങനെയെങ്കിലും ഒരു മാക്സിമം ഒരു 10 മിനിറ്റെങ്കിലും ആൾ കാണാൻ നോക്കും കേട്ടോ. അത് ആൾക്ക് ഫറലായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ അങ്ങനെ മോനെയൊക്കെ വിട്ടാക്കി ഇനി ആദ്യം ഹിസമോളിനെ കുറച്ച് ജീരക മുട്ടായും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ ഒന്ന് എത്തിയിട്ടോ. ഇനി തുണികളൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെച്ചതുണ്ടായിരുന്നു, അതിനൊക്കെ ഒന്ന് എടുത്ത് വെക്കണം, അടിച്ചു വാരണം, പിന്നെ നമുക്ക് തുടയ്ക്കണം. ഇനി അങ്ങനത്തെ പണികളൊക്കെയാണ് കേട്ടോ മോൻ പോയ ശേഷം ചെയ്യാറ്. പിന്നെ അടിച്ചു വാരിയും കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഹിസമോൾ എന്തെങ്കിലും അൽക്കുലത്തെ പണിയും കൊണ്ട് ഇടയിൽ കൂടെ വരാറുണ്ട് കേട്ടോ. പിന്നെ അവൾ അതിൻ്റെ ഇടയിൽ മാനേജ് ചെയ്ത് അവിടെ ഇരുത്തി അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പിന്നെ അതൊക്കെ ഒന്ന് ഉള്ളൊക്കെ ഒന്ന് ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ വലിയൊരു പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ ബാക്കിയുള്ള എല്ലാ അലക്കലും കാര്യങ്ങളൊക്കെയാണ് പിന്നുള്ളത്. അപ്പോൾ നമ്മുടെ കിച്ചൺ വർക്ക് അതിനകത്ത് തന്നെ മാക്സിമം സന്തോഷമായി. ഇനിയിപ്പോൾ ഹിസമോളിന് നമ്മൾ കുളിപ്പിക്കാനായിട്ട് മുടിയൊക്കെ നിറയെ ബണ്ണൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ച് നിറയെ ക്ലിപ്പൊക്കെ കുത്തിയിട്ട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ രാവിലെ അതിനൊക്കെ ഒന്ന് അയച്ച് സെറ്റാക്കി ഇനി എണ്ണയൊക്കെ തേച്ചിട്ട് ആളൊന്ന് കുളിപ്പിച്ചെടുക്കണം. അപ്പോൾ മുടിയൊക്കെ അയച്ചപ്പോൾ ആളുടെ കറക്റ്റ് ആ ലൈൻ എടുത്തൊക്കെ വേറെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് സെറ്റാക്കി കുളിക്കാൻ പറഞ്ഞാൽ തല കഴുകാൻ ഭയങ്കര വാശിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ദൃശ്യം 2 മൂവി ഉണ്ടായിരുന്നു കേട്ടോ. ഇടയിൽ കൂടെ അതും കണ്ടു. പിന്നെ നമ്മളിനി ഉച്ചയ്ക്ക് ലഞ്ചിനുള്ളത് മീൻകറി തലേ ദിവസത്തെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വലിയ പണിയൊന്നും ഇല്ലാത്തത്. പിന്നെ മീൻ പൊരിക്കാണ്ട് അതൊക്കെ കഴിഞ്ഞു. ഇനി ഹിസമോൾക്ക് ഉച്ചനേരത്ത് 3 നേരം നാഷ്ടിയിട്ട് അത്രയും സന്തോഷമാണ് കേട്ടോ ആൾക്ക്. അപ്പോൾ ദോശ മതിയെന്ന് പറഞ്ഞു. പിന്നെ ദോശയൊക്കെ ചുട്ടു കൊടുത്തു. പിന്നെ എത്ര ഇതായാലും ആൾക്കതാണ് കേട്ടോ ഇഷ്ടം. ഇനി ആളിനേക്ക് ഒന്ന് ഉറക്കണം. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം.